അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, സവർഗൻ മെത്രാപ്പോലീത്ത തിരുമേനിമാരെയും സഹോദര എപ്പിസ്കോപ്പന്മാരെയും വികാരി ജനറൽ അച്ഛന്മാരെയും സ്നേഹമുള്ള വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ള വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വികാരി ജനറൽ എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുന്ന സാംസൺ ജേക്കബ്, ഡാനിയൽ തോമസ് അച്ഛന്മാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആദ്യം തന്നെ ആശംസിക്കട്ടെ. ഈ നിയോഗ ശുശ്രൂഷയിലൂടെ ദൈവം ഫലമേൽപ്പിക്കുന്നതായ പുതിയ നിയോഗം ഏറ്റെടുത്ത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് പ്രവർത്തനം നിർവഹിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിൻ്റെ ആധാരമായിട്ട് യെശയ്യാ പ്രവചനം 21-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കുന്നു. കാവൽക്കാര, രാത്രി എന്തായി? കാവൽക്കാര, രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിൻ്റെ കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. Watchman, what is night? And the watchman replied, the morning has come. നാം ഇന്ന് ഈ ദിവസത്തിൽ ചേർന്ന് വരുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൗതുകത്തോടെ നമ്മൾ വീക്ഷിച്ച ഒരു കാഴ്ചയാണ് വുച്ച് വിൽമോർ, സുനിത വില്യംസ് തുടങ്ങിയതായ 4 ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവ്. അണുവിട പതറാതെ തെറ്റാതെ ബഹിരാകാശ ദൗത്യം നിരീക്ഷിക്കുന്ന, നിയന്ത്രിക്കുന്ന നാസ കൺട്രോൾ റൂം ഏതാണ്ട് 294 ദിവസത്തെ അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ വളരെ ആശങ്കയോടുകൂടെ അതിൻ്റെ എല്ലാ നിയന്ത്രണവും വഹിക്കുന്നതായ സാഹചര്യം ഒരുപക്ഷെ നാം എല്ലാവരും വളരെ ആശങ്കയോടുകൂടെ വീക്ഷിച്ച ഒന്നാണ്. എന്നാൽ വിജയകരമായി അവർ മടങ്ങി വന്നപ്പോൾ ഉണ്ടായതായ ആഹ്ലാദം വളരെ വലുതാണ്. ബുച്ച് വിൽമോർ നൽകിയതായ സന്ദേശത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായിട്ട് എടുത്ത് പറഞ്ഞത് ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക ശക്തിക്ക് അപ്പുറമായിട്ട് നമ്മെ നിയന്ത്രിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധം ഓരോ സാഹചര്യങ്ങളിലും ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ദൗത്യം നിറവേറ്റപ്പെടുന്നതെന്ന ബോധം നമ്മിൽ ഉള്ളപ്പോൾ മാത്രമാണ് ഈ ദൈവിക പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷ ആഹ്ലാദ അനുഭവമായിട്ട് മാറുന്നത്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ മുഖാന്തരം കാലാകാലങ്ങളിൽ അവരെ ഓർപ്പിച്ചിരുന്നതായ ദിവ്യ സത്യവും ഇതുതന്നെയാണ്. യഹോവയായ ദൈവം നിങ്ങളുടെ പിതാവ്. ആ ദൈവത്തിൻ്റെ പരിരക്ഷണയിലാണ് നിങ്ങളായിരിക്കുന്നത്. ആ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് എല്ലായ്പ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. വായിച്ചതായി വേദഭാഗം BC 8-ാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലമാണ്.
യെരുശലേം ഉൾപ്പെട്ടു നിൽക്കുന്നതായ യഹൂദ ജനതയുടെ ആനുകാലിക അവസ്ഥയുടെ വിവരണമാണ് യെശയ്യാ പ്രവചനത്തെ പ്രത്യേകിച്ച് 21, 22, 23 അധ്യായങ്ങളിൽ നാം കാണുന്നത്. അവരുടെ സാമൂഹിക പരിസരങ്ങളെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരുന്നത്? ഒരു വശത്ത് അത് ഭദ്രം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട്, സ്വയം പര്യാപ്തതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ഫലമായി ഉളവാകുന്ന ആത്മവിശ്വാസവും ഒരു പരിധിവരെ അഹന്തയും അവരെ വളരെ സംതൃപ്തമായ ഒരു അനുഭവത്തിലൂടെ നയിപ്പാൻ സഹായിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. എന്നാൽ മറുവശത്ത് അവരുടെ ഭാവിക്ക് ഭീഷണിയായി നിൽക്കുന്നതായ മറ്റ് രാജ്യങ്ങൾ, അശ്ശൂരും ബാബിലോണും ഉയർത്തുന്നതായ വെല്ലുവിളികൾ, അത് അന്നത്തെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് കാണുന്നുണ്ട്. They were surrounded by the superpowers, and how to face these superpowers was the greatest struggle that they were undergoing. എന്നാൽ അവരും അവരുടെ രാജ്യത്തിൻ്റെ ഭാവിയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതായ സത്യം പലപ്പോഴും അവർ മറന്നുപോയി എന്ന് നാം കാണുന്നുണ്ട്. ഇത് മാനുഷികമായിട്ടുള്ളതായ നമ്മുടെ അവസ്ഥയാണ്. എല്ലാം നല്ലത്, എല്ലാം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്നതായ വിഷമകരമായ അനുഭവങ്ങളെ പറ്റിയുള്ളതായ കാഴ്ചപ്പാട്, എന്നാൽ ദൈവമാണ് നമ്മെ നയിക്കുന്നതെന്നുള്ള ബോധം വളർത്തിയെടുക്കുവാൻ സാധിക്കുക. ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നതായ നിയോഗം എന്താണ് എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഒന്നാമതായിട്ട് നാം ഒരു കാവൽ ഭടനും സംരക്ഷകനുമാണ് എന്നുള്ളതായ തിരിച്ചറിവ് നമുക്കുണ്ടാകുക. നാം എല്ലാവരും കാവൽ ഭടന്മാരും സംരക്ഷകരുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. We are called to be the watchman or sentinels. നമ്മെ വിളിച്ചിരിക്കുന്നതായ ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതായ ബോധം നമുക്ക് ആവശ്യമാണ്. എന്നെ ഒരു കാവൽക്കാരനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതായ തിരിച്ചറിവ് ആവശ്യമാണ്. ഈ കാവൽക്കാരൻ കാത്തിരിക്കുന്നവനാണ്, അറിയുന്ന കാര്യങ്ങൾ അറിയിക്കുന്നവനാണ്. യെശയ്യാ പ്രവചനം 21 അധ്യായം 4 പോലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്, എൻ്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിച്ചിരിക്കുന്നു. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. മേശയൊരുക്കുവീൻ, പർവ്വതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഒരു കാവൽക്കാരൻ കാണുന്നത് അറിയിപ്പാൻ ബാധ്യസ്ഥനാണ്. അവൻ്റെ കാഴ്ചയും അവൻ്റെ അറിവും വളരെ പ്രാധാന്യമുള്ളതാണ്. ആ രീതിയിൽ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് നയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ പങ്കാളിയായി ഞാൻ ഏറ്റിരിക്കുന്നതായ ചുമതല വിശ്വസ്തയോടെ നിറവേറ്റുന്നുവെന്ന് പറയുവാൻ സാധിക്കുന്നത്. കാവൽക്കാരൻ സമൂഹത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. അവിടെ എന്താണ് നല്ലത്, എന്താണ് തീയത് എന്ന് തിരിച്ചറിഞ്ഞ് അറിയിപ്പാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. കാവൽക്കാരൻ്റെ സംരക്ഷകനാണ്. പല സാഹചര്യങ്ങളിലും വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്നതായ സാഹചര്യത്തിൽ സഭയെ സംരക്ഷിച്ച് മുന്നോട്ട് നയിപ്പാനായിട്ട് എങ്ങനെ സാധ്യമായി തീരും? അവിടെ ഒരു സംരക്ഷകനായിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ട് കാണപ്പെടുന്നത് ആവശ്യമാണ്.
1953 3 യുവാക്കൾ റവറൻഡ് എ.കെ. ജോർജ് അച്ഛനും വി.എസ്. ജോൺസൺ ആൻഡ് ശ്രീ പി. തോമസ് എന്ന 3 പേര് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ടിബറ്റൻ ബോർഡറിൽ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളായി അവിടെ പോയത്. എ.കെ. ജോർജ് അച്ഛൻ ഏതാണ്ട് 40 വർഷക്കാലത്തോളം അവിടെ താമസിച്ച് അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ചു. ടിബറ്റൻ ബോർഡർ മിഷൻ ഇന്ന് സഭയ്ക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു മിഷനാക്കി മാറ്റി. ഒരുപക്ഷെ തൻ്റെ 40 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ഇന്ന് നാം അവിടെ സന്ദർശിക്കുന്നതായ വേളയിൽ തിരിഞ്ഞു നോക്കി ദൈവമേ, ഈ സഭയിലൂടെ അവിടുന്ന് നിർവഹിച്ചതായ ശുശ്രൂഷ എത്ര ധന്യമാണ് എന്ന് പറയുവാൻ സാധിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലക്കാരും ഏതാനും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ആ പ്രദേശത്ത് സന്ദർശിച്ച് അവിടുത്തെ പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കുവാനായിട്ട് സാധിച്ചു. അഭിവന്യ അലക്സാണ്ടർ മാർത്തോമാ തളാപുരത്ത തിരുമേനിയുടെ വലിയ ദർശനമായിരുന്നു ഭാരതത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ബാൽവാടി ഉണ്ടാകുക എന്നത്. അങ്ങനെ ബാൽവാടി ആരംഭിച്ച് അവിടെ പ്രവർത്തനം തുടർന്നതായ സാഹചര്യങ്ങളുണ്ടായി. 1996 ഈ ബാൽവാടികളെല്ലാം ഒരു ഗ്രാം ജ്യോതി സ്കൂൾ എന്ന രീതിയിലേക്ക് മാറണമെന്നുള്ളതായ ചിന്ത ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഒരു വലിയ സുവിശേഷ മുന്നേറ്റമായിട്ട് അത് ആരംഭിച്ചു. അങ്ങനെ പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ചു. അതിനുശേഷം പല സ്കൂളുകളും ഹൈസ്കൂളുകളായിട്ട് മാറി. ഇന്ന് ടിബറ്റൻ ബോർഡറിൽ ഒരു ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പുതുതായിട്ട് നിർമ്മിച്ചതായ കെട്ടിട സമുച്ചയം, സ്മാർട്ട് ക്ലാസ് റൂംസ്, സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, കിൻഡർ ഗാർഡൻ സെക്ഷൻ, പുതിയ കെട്ടിടം, ഇതെല്ലാം ആരംഭിക്കാനായുള്ള ക്രമീകരണം സാധ്യമായി. ആ സമയത്ത് ആ ദേശവാസികളായ ചില വ്യക്തികൾ, വളരെ പ്രായമുള്ള ആളുകൾ, എ.കെ. ജോർജ് അച്ഛനോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചതായ ചില വ്യക്തികൾ പറഞ്ഞതായ കാര്യം, മാർത്തോമാ മിഷൻ, എ.കെ. ജോർജ് അച്ഛൻ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരനുഗ്രഹകരമായിരുന്നു, ഞങ്ങൾക്ക് കാവൽക്കാരനായിരുന്നു. അച്ഛനൊരു സർപഞ്ചായിട്ട്, ഒരു ഗ്രാമത്തലവനായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു, ഈ ദേശത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു എന്ന് പറയുവാൻ കേൾക്കാനിടയായി. ഒരുപക്ഷെ വിശ്വാസ സംരക്ഷണത്തിന്, ഈ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിന് നമുക്കുള്ളതായ ഉത്തരവാദിത്വം, മാർത്തോമാ സഭ ഒരു സംരക്ഷകരായി സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് സഹായകരമായി സേവനം ചെയ്യുന്നതായ ഒരു വലിയ പ്രസ്ഥാനമാണ്, സുവിശേഷ വീക്ഷണമുള്ളതായ ഒരു കൂട്ടമാണ് എന്ന് വ്യക്തമായിട്ട് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഇതിലൂടെ കടക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഒരുപക്ഷെ ഇടയന്മാർ ആളുകളുടെ കാവൽക്കാരായി ആളുകളെ പരിരക്ഷിക്കുന്നതായ സാഹചര്യം രക്ഷയുടെ പാതയിലേക്ക്, സമാധാന മാർഗത്തിലേക്ക് സർവരെയും നയിക്കുവാൻ ഞാനൊരു കാവൽക്കാരനാണ് എന്നുള്ളതായ ബോധം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്, കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം കാലത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഡിസേണിങ് ദ ചലഞ്ചസ് ഓഫ് ദ ടൈം, ഹൗ ടു ഡിസേൺ ദ ചലഞ്ചസ് ബിഫോർ അസ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യമാണ് കാവൽക്കാരനോട് ചോദിക്കുന്നത്. കാവൽക്കാര, രാത്രി എന്തായി? അപ്പോൾ കാവൽക്കാരൻ പറയുന്നു, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നൈദർ ഡേ നോർ നൈറ്റ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡോൺ. രാത്രിയും പകലും അവിടെ ഇറ്റ് മീൻസ് he is staying between night and day or morning. പ്രഭാത കിരണങ്ങൾ വിരിഞ്ഞിരിക്കുന്നു,
ഉഷസ് ആകാറായി. ഈ തിരിച്ചറിവ് നമുക്ക് ഇന്ന് ആവശ്യമാണ്. രാത്രി കഴിഞ്ഞു, പ്രഭാതം വന്നിരിക്കുന്നു എന്നുള്ളതായ തിരിച്ചറിവ് ഇന്ന് നമുക്ക് ആവശ്യമാണ്. അന്ധകാരം നീങ്ങി പ്രകാശം ബസ്സിലായിരിക്കുന്നു എന്നുള്ളതായ അറിവ് ആവശ്യമാണ്. ഇത് എങ്ങനെ കാത്തുസൂക്ഷിപ്പാനായിട്ട് സാധിക്കും? ഒരുപക്ഷെ ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ ഇൻ ബിറ്റ്വീൻ എന്നുള്ളതായ ആ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ദുഃഖവെള്ളിയുടെ അനുഭവമുണ്ട്, എന്നാൽ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതായൊരു ദിവസവുമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നതായ വിശ്വാസ ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് വ്യക്തമായിട്ട് ഓർക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ തീർത്ഥാടന സമൂഹം ആക്രമിക്കപ്പെട്ടതായ ആ ഒരു സംഭവം നമ്മുടെ എല്ലാവരെയും വളരെ വേദനിപ്പിച്ച ഒന്നാണല്ലോ. എന്നാൽ അവർക്ക് സഹായത്തിനായിട്ട് സംരക്ഷകരായി എത്തുന്നതായ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജും മറ്റു പട്ടക്കാരും അവ ഏറ്റതായ മർദ്ദനം, ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് ഈ മർദ്ദനം ഏറ്റുവാങ്ങുന്നതായ ആ കാഴ്ച എത്രയോ വേദനാജനകമായിരുന്നു. എന്നാൽ ഇവിടെയും ഓർക്കുന്നത് ക്രിസ്തു ഏറ്റതായ പ്രഹരം, അടി, തുപ്പൽ ഇതേറ്റുവാങ്ങി ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനായിട്ട്, ഈ സകലപാതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതായ ബോധം നമുക്ക് ആവശ്യമാണ്. മിഷൻ ഈസ് ഗാർഡിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ്. മിഷൻ ഓഫ് ദ വാച്ച്മാൻ ഈസ് ടൈംലി ടു ഇൻഫോം. ഇത് വ്യക്തമായിട്ട് ഓർക്കണം. അവിടെ നാം എന്താണ് പറയുന്നത്? രാത്രി മാറി പ്രഭാതം വന്നിരിക്കുന്നു. ആ പ്രഭാതത്തിൽ സന്തോഷവും സമാധാനം അനുഭവിപ്പാനിടയായിത്തീരുക. The sentinel or watchman is to be aware of the intensity of the darkness and how it is dangerous. ഇത് മനസ്സിലാക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് there is a dawn, ഒരു പ്രഭാതം വിരിയുന്നതായ അനുഭവമുണ്ട് എന്ന പ്രതീക്ഷ നൽകുന്നതായ, പ്രത്യാശ നൽകുന്ന ജീവിതമായിട്ട് ജീവിക്കേണ്ടതും ആവശ്യമാണ്. ഇവിടെയാണ് രാത്രി എന്തായി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പ്രഭാതം വന്നിരിക്കുന്നു. ഇവിടെ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. സഭയെപ്പറ്റിയുള്ളതായ ആകുല ചിന്തകൾ ധാരാളം വളരുന്നതായ ഒരു സാഹചര്യമാണിത്. സോഷ്യൽ മീഡിയയിലായാലും മറ്റ് സാഹചര്യങ്ങളിലായാലും എല്ലാം തന്നെ. എന്നാൽ പ്രഭാതം വരുന്നതായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു ജീവിതമായിട്ട് ഓരോ ജീവിതവും ആയിത്തീരണം. ഡിസൈഡിങ് ദ ടൈം, സ്പേസ് ആൻഡ് ദ കണ്ടീഷൻ. ഇതെന്തിൻ്റെ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ദൗത്യം ഒന്നാണെങ്കിലും ചുമതലകൾ വ്യത്യസ്തമാണ് എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാവൽ ഭടന്മാർ എന്ന് ഓർക്കണം. അവിടെ ഒരു കൂട്ടം ആളുകൾ രാജ്യത്തിന് വേണ്ടി യുദ്ധകളത്തിലുണ്ട് എന്നുള്ള ബോധമുണ്ട്. ബോത്ത് watchmen and soldiers are part of the same army. ഒരു കൂട്ടത്തിലുള്ളത് തന്നെയാണ്, എന്നാൽ വ്യത്യസ്തമായ ചുമതലകൾ നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. There are different responsibilities. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഇടയായി തീരണം. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിലെ വൈദിക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പട്ടക്കാരും മേൽപ്പട്ടക്കാരും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാണ് എന്ന് നാം പറയുന്നുണ്ട്. അവിടെ വ്യത്യസ്ത നിയോഗങ്ങൾ ഓരോരുത്തർക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊരു പദവിയായി നമ്മൾ കാണുന്നില്ല. എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്, ഒരു ശുശ്രൂഷയാണ് എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. ഭരണഘടന നമ്മെ ഓർപ്പിക്കുന്നത് അജപാലിൻ്റെ ശുശ്രൂഷയിലെ മെത്രാപ്പൊലീത്തായോ എപ്പിസ്കോപ്പായോ സഹായിക്കുന്ന ശുശ്രൂഷയാണ് വികാരി ജനറൽ നിർവഹിക്കുന്നത് എന്നതാണ്. മെത്രാപ്പൊലീത്തായോ ഭദ്രാസന എപ്പിസ്കോപ്പായോ ഏൽപ്പിക്കുന്നതായ ചുമതലകൾ നിർവഹിക്കുന്നതായ ശുശ്രൂഷയാണ്
വികാരി ജനറൽമാർക്കുള്ളത്. ഇറ്റ്സ് എ ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എന്നാൽ പട്ടത്ത സമൂഹത്തിൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാണ് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രവർത്തനത്തിൽ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് നേടുവാൻ സഹായിക്കുന്നത്. ലഭിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ആവശ്യമാണ്. റോമ ലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ വായിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഈ ഒരു വലിയ ദർശനത്തോടുകൂടെ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോ സാഹചര്യങ്ങളിൽ ആക്കുകയാണ്. അതുകൊണ്ട് കാവൽ ഭടന്മാർ എന്ന നിലയിൽ പുതിയ പുലരികൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷാ നിർഭരമായ കാത്തിരിപ്പും മറ്റുള്ളവരുടെ സഭയുടെ തന്നെ ദൗത്യത്തിലുള്ള പങ്കാളിത്തവും ആണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ നിർവഹിപ്പാൻ ഇടയായിത്തീരണം. മലങ്കര സഭയിൽ വികാരി ജനറൽമാർ 15-ാം നൂറ്റാണ്ട് മുതലാണ് പ്രവർത്തിച്ചിരുന്നത്. മാർത്തോമാ സഭയിൽ കോവൂർ ഐത്തോമാ കത്തനാർ മുതൽ ഈ സ്ഥാനം വളരെ ശ്രദ്ധേയമായിട്ട് നിർവഹിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. മാത്യൂസ് മാർ അത്താനിയേഷ്യസ് തിരുമേനി മുതൽ തീത്തൂസ് 2-ാമൻ തിരുമേനി വരെയുള്ള 4 മെത്രാപ്പൊലീത്തമാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും നല്ല നായക സ്ഥാനം വഹിക്കുകയും ചെയ്തതായ കോവൂർ ഐത്തോമാ കത്തനാർ ഒരു വലിയ മാതൃകയാണ്. അതിനുശേഷം സഭയിൽ അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിച്ചതായ പുത്തൻ വീട്ടിൽ തോമസ് കശീശ, BP മാമൻ കശീശ, KE ഉമ്മൻ കശീശ തുടങ്ങിയ വികാരി ജനറൽമാരുടെ സേവനവും നമുക്ക് മാതൃകയായി നമ്മിൽ ഉണ്ട്. നേതൃത്വം ദൈവം നൽകുന്നതായ ദാനമാണ്. പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് സഭയുടെ നിർണായക ഘട്ടത്തിൽ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള വിലാപം ഉയർന്നതായ സാഹചര്യത്തിൽ, സഭയിൽ നേതൃത്വം നഷ്ടപ്പെടുമോ എന്നുള്ളതായ ചോദ്യം ഉയർന്നതായ സാഹചര്യത്തിൽ കൊട്ടൂർ അച്ഛൻ്റെ ആ വിലാപം ഉയർന്നു. അതെ, മോശ മരിച്ചപ്പോൾ യോശുവ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള ആ വിലാപം. അപ്പോഴാണ് ഐത്തോമാ കത്തനാർ പറയുന്നത്, വിശ്വാസത്താൽ ദൈവത്തിൽ മഹത്വം കാണും. വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതായ ഒരു ജീവിത സാഹചര്യം, അതിന് നേതൃത്വം നൽകിയതായ വികാരി ജനറൽമാർ, അങ്ങനെ പ്രവർത്തിച്ചതായ പട്ടക്കാർ, അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. പ്രഗത്ഭരായ അനേക വികാരി ജനറൽമാരെ അവരുടെ നിരയിലേക്കാണ് ഇന്ന് ഈ 2 കശീശമാർ പ്രവേശിക്കുന്നത്. സഭയുടെ ദൗത്യത്തിലെ കാവൽക്കാരും ബലഹീനരുടെ സംരക്ഷകരും ആയിത്തീരാം. ഈ ദൗത്യം ബോധത്തോടെ തിരിച്ചറിവുകളോടുകൂടെ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ വർദ്ധവിന് സഹായകരമായി തീരട്ടെ. അതിന് സംരക്ഷകരായി നിങ്ങൾ മാറട്ടെ. രാത്രി എന്തായി, പ്രഭാതം വന്നിരിക്കുന്നു. പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന ജീവിത അനുഭവം എന്നും നിലനിൽക്കുവാൻ നമ്മുടെ ശുശ്രൂഷ മുഖാന്തരമായി ഭവിക്കട്ടെ. ദൈവം അതിന് ഈ പുതിയ നിയോഗിത വികാരി ജനറൽമാരെയും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.